ഹലോ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്മാർട്ട് സ്റ്റാർട്ട് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇനി വരുന്ന 10th പ്രിലിംസിൻ്റെ ഡീറ്റെയിൽ സിലബസും എക്സാം ഡേറ്റും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ഡേറ്റ് കേരള PSC അനൗൺസ് ചെയ്തു. രണ്ടാഴ്ചയൊക്കെയായി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഒക്ടോബർ 25-നാണ് 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം നടക്കുന്നത്. അതിൽ 4 കാറ്റഗറി നമ്പറിലുള്ള എക്സാംസാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 37/2024 അറ്റൻഡർ ഗ്രേഡ് 2, 199/2024 അറ്റൻഡർ, 328/2024 സെയിൽസ്മാൻ ഗ്രേഡ് 2, സെയിൽസ് വുമൺ ഗ്രേഡ് 2, 377/2024 സ്റ്റോർ കീപ്പർ. അപ്പോൾ ഈ എക്സാമിൻ്റെ സിലബസ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് കറണ്ട് അഫയേഴ്സാണ്. ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ. 2 ഇന്ത്യൻ ജിയോഗ്രഫിയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, അതിര്, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ ഇവയെക്കുറിച്ചിട്ടുള്ള പ്രാഥമിക അറിവ്. അടുത്തത് ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. 4 ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ. അടുത്തത് കേരള ജിയോഗ്രഫി. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികൾ, കായൽ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതം, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, കായിക രംഗം ഇവയെക്കുറിച്ചിട്ടുള്ള അറിവ്. 6 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇവരെ പറ്റിയിട്ടുള്ള ഈ 6 ടോപ്പിക്കിനും ഈ ഓരോ ടോപ്പിക്കിനും 10 മാർക്ക് വെച്ച് 6 ടോപ്പിക്കിന് 60 മാർക്കാണ് വരുന്നത്. അടുത്തത് വരുന്നത് ജനറൽ സയൻസ്. ജനറൽ സയൻസ് 10 മാർക്ക്. അതിൽ നാച്ചുറൽ സയൻസ് എല്ലാം ഒരു 7 ടോപ്പിക്ക് വരുന്നുണ്ട്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയാണ് നാച്ചുറൽ സയൻസ്. അതിന് 10 മാർക്ക്. പിന്നെ കൊടുത്തിരിക്കുന്നത് ജനറൽ സയൻസ്. അതിൽ ഫിസിക്സും കെമിസ്ട്രിയും വരുന്നുണ്ട്. അതും 10 മാർക്കിന്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടന, അയിര്, ധാതുക്കൾ, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതയും. ഇതിനും 10 മാർക്ക്. അപ്പം ഈ GKയും കറണ്ട് അഫയേഴ്സും കൂടെ സയൻസും കൂടെ നമുക്ക് 80 മാർക്കായി. പിന്നെ മെൻ്റൽ എബിലിറ്റിയും മാത്സും കൂടി 10 മാർക്ക്, 20 മാർക്ക്. മാത്സിൽ ഒരു 8 ടോപ്പിക്കും മെൻ്റൽ എബിലിറ്റിയിൽ 8 ടോപ്പിക്കും. മാത്സിൽ വരുന്ന ടോപ്പിക്ക് ഫസ്റ്റ് നമ്പേഴ്സ്, 2 ലസാഗു ഉസാഗ, 3 ഭിന്നസംഖ്യകൾ, 4 ദശാംശ സംഖ്യകൾ, 5 വർഗവും വർഗമൂലവും, 6 ശരാശരി, 7 ലാഭവും നഷ്ടവും, 8 സമയവും ദൂരവും. പിന്നെ മെൻ്റൽ എബിലിറ്റിയാണ്. അതിൽ ഫസ്റ്റ് ബോർഡ് മാസ്, 2 ശ്രേണികൾ, സമാനബന്ധം, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. ഇത്രയാണ് സിലബസ് വരുന്നത്. ഇത് കഴിഞ്ഞ പ്രിലിംസിന് വന്ന സിലബസ് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. പിന്നെ ഈ എക്സാമിന് വേക്കൻസി കുറവാന്ന് കരുതിയിട്ട് ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ എക്സാമിൻ്റെ ടൈം ടേബിൾ അല്ല, ഈ എക്സാമിൻ്റെ ടോപ്പിക്ക് ഒരു തവണ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഈ ഇയർ ലാസ്റ്റ് നമുക്ക് കമ്പനി ബോർഡ് LGS വിളിക്കാനുണ്ട്, VFA ബെവ്കോ LD ഒക്കെ വിളിക്കാനുണ്ട്. അപ്പോൾ ആ എക്സാമിനൊക്കെ ഒരു സ്ട്രോങ് ബേസ് നമുക്ക് സെറ്റാക്കാൻ പറ്റും ഈ സിലബസ് ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. പിന്നെ വേക്കൻസി കുറവാന്ന് കരുതിയിട്ട് ആരും എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കരുതേ. പിന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടൈം ടേബിളാണ്. ദിവസവും കറണ്ട് അഫയേഴ്സ്, അതേപോലെ SCRT കുറച്ച് നോക്കുക,
മാക്സും 1 അവർ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 55 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഏതായാലും ഒരു 55 ദിവസത്തെ സിലബസ് കംപ്ലീഷൻ ടൈം ടേബിൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ടുതരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്